ഹലോ ഗൈസ്, അപ്പം നിന്റെ കോളേജ് ഒരു ഡേ കണ്ടാലോ? ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയ പൊലിവാണ്ടി കാണുന്നതൊക്കെ അല്ലേ ഈ നേരത്തൊക്കെ കിടന്ന് ഓടുകയോ അല്ലേ നമ്മൾ ഓർഡർസിൽ പോകും. കാരണം എന്താ, നമുക്ക് നമ്മുടെ റെഡിയാല് കഴിയില്ല എത്ര നോക്കിയാലും. എന്നിട്ട് ലാസ്റ്റ് കിടന്ന് ഓടുക കൂട്ടാ. നമ്മൾ പോണ വഴിയിലാണെന്ന് നിറച്ചും പച്ചപ്പും ഹരിതവ്യം മാത്രമേ ഉള്ളൂ. അത് കാരണം തന്നെ ഇടയ്ക്കിടയ്ക്ക് പാമ്പും പഴുതാരിയും ആഫ്രിക്കൻ വെച്ചും അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റൂട്ടാ. അങ്ങനെ 30 മിനിറ്റിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കൽ കഴിഞ്ഞിട്ട് നമ്മളെ കോളേജിൽ എത്തിയിട്ടത് ഈ ചേട്ടനെ ഒന്നും നമ്മളിങ്ങനെ ടാറ്റയ്ക്ക് കൊടുത്തിട്ട് പോവാട്ടെ. അഥവാ നമ്മളെങ്ങാനും മറന്നു വെച്ചെങ്കിൽ മൂപ്പരാൾ ഇങ്ങോട്ട് ടാറ്റയ്ക്ക് തന്നിട്ട് നമ്മളെന്നെ ഓർമ്മിപ്പിക്കൂട്ടാ. ഈ പിള്ളേരെന്നും ചാടണം പറയണത് തിരിയണത് ഓർണതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകുക. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മെയിൻ സ്ഥലത്തെത്തി നമ്മുടെ ക്യാൻറ്റീൻ. ഇവിടെ ചെന്നാലേ നമുക്ക് ചായയും ചോറൊക്കെ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഹോസ്റ്റലേഴ്സ് ആണ്. എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമ്മൾ ഫുഡ് മാത്രം നല്ല മുതലാക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പ്രതിഭാസാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ ഈ ചെയറൊക്കെ കണ്ടു കഴിഞ്ഞുള്ള മൂട് കൂടി പൂട്ടാ. അങ്ങനെ ആ പോയ മൂടിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റ് കയറി പോയിട്ട. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലിഫ്റ്റിൽ കയറാൻ പാടില്ല, പക്ഷെ നമ്മൾ അത് ചെയ്യുള്ളൂ. നമ്മുടെ മൂട് തന്നെ വരും. പിന്നെ ഇപ്പം ഈ കാണുന്ന പരിപാടിയാണ് നമുക്ക് ആകെപ്പാട് സന്തോഷം തന്നെ. അങ്ങനെ സന്തോഷിച്ച് ലാസ്റ്റ് അസംബ്ലിക്ക് പോകാൻ ലേറ്റായി. അതിന്റെയാണ് ഈ ഓട്ടം കാണുന്നത്. കറക്റ്റ് സമയത്താണ് നമ്മുടെ ലിഫ്റ്റ് പോകുമ്പോൾ നമുക്ക് പണി തന്നു. പിന്നെ ഇറങ്ങുമ്പോഴേക്കും പ്രയർ തുടങ്ങിയ കാരണം കുറച്ചു നേരം നോക്കൂത്തികളുടെ പോലെ അവിടെ നിന്നുട്ടാ. പിന്നെ ലാസ്റ്റ് ഇറങ്ങി എത്തി കസാരയിലൊക്കെ ഇരുന്നു. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അസംബ്ലി ആയിരുന്നു. അത് കാരണം തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സോളുടെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സന്തോഷിച്ചു. പിന്നെ ഇവിടെ ഇരിക്കണ കണ്ട് ഞാൻ എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ കണ്ണ് തുറന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ട് അതെന്താന്ന് മനസ്സിലായിരുന്നില്ല. എന്നാലും ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓല വന്നു തോര വന്നു എന്ന് പറയണ പോലെ എല്ലാവരും വന്നു. പിന്നെ നമ്മളിത് നേരത്തെ കണ്ട ആ മഹത് വ്യക്തിനെ നമ്മൾ വീണ്ടും കണ്ടു. ആ കുട്ടിക്കാണിച്ചിങ് ഒരു അസുഖം ഉണ്ട്. എപ്പോൾ ബെഞ്ച് കണ്ടല്ലോ അപ്പം കിടന്നുറങ്ങണം. പിന്നെ എൻ്റെ അടുത്ത ആള് ഫോൺ അഡിക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാവിധ രോഗികളുടെ ഇടയിലാണ് ഞാൻ ചെന്ന് പെട്ടത്. പിന്നെ ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ ക്യൂട്ട്നെസ് ഭാര്യ വിതരണ മുതൽ. ഇവന്റെ ക്യൂട്ട്നെസ് കണ്ട് നമുക്ക് ബോറടിച്ച പെച്ചോടി നമ്മുടെ ദൈവദൂതനായിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് സെമിനാർ ഹാളിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ലിഫ്റ്റ് കയറിപ്പോയി. ലിഫ്റ്റ് അങ്ങോട്ട് തുറന്നപ്പോഴേക്കും കുറെ ആൾക്കാർ. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഇൻട്രോവേർട്ടായി. അങ്ങനെ ക്ലാസ്സിലൊക്കെ കയറിപ്പോയി കുറച്ചു നേരം ക്ലാസ്സിലൊക്കെ ഇരുന്ന് ബ്രേക്ക് കിട്ടിയപ്പോൾ പുറത്തിറങ്ങി. പിന്നെ പച്ചപ്പും ഹരിതാപൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പം കറക്റ്റ് സമയത്ത് മഴയും പെയ്തു കിട്ടാ. പിന്നെ ഇത് എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഇവരൊക്കെ എന്നെ പേടിച്ച് നടക്കണവരാണ്. പിന്നെ നമ്മുടെ കോളേജിലാണെങ്കിൽ കുറെ വളർത്തുന്ന മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബോറടിച്ചപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് റൂമിലൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എനർജി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും എനർജി കയറ്റാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോയി ചോറ് കഴിച്ചു. നമുക്ക് സാമ്പാർ ദോശ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ക്ലാസ്സിലൊക്കെ കയറി. അതിനുശേഷം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എന്താ, നമ്മൾ മറയും. പിന്നെ നമ്മുടെ കൂടപ്പറപ്പായ കാരണം നമ്മൾ അധികം സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോണ വഴിയിൽ നമ്മൾ ക്യാൻറ്റീനിലേക്ക് വന്നു കേട്ടാ. കുറച്ച് സാധനങ്ങൾ കഴിക്കാനൊക്കെ ഇട്ട്. അങ്ങനെ നമ്മൾ എന്നിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോയി. ഇത് രാവിലെ കാണിച്ച ചേട്ടനെ കണ്ട ചേട്ടൻ നമ്മൾ പോകുമ്പോഴും ബായ് എന്ന് പറയൂട്ടാ. നമുക്ക് ഈ കോളേജിലെ ഏറ്റവും പേടിയുള്ള ഒരു ഐറ്റാണ് അത് ഈ പോണത്. റോഡിൽ വേണ്ടോളം സ്ഥലമുള്ള കാരണം നമുക്ക് തീരെ പേടിയില്ല കേട്ടാ. നമ്മൾ ഹോസ്റ്റലിൽ പോണ വഴിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൽ വരുന്നത്. അത് സ്പോർട്സിന്റെ പിള്ളേർ ഇപ്പുറത്തുള്ളതാണ് നമ്മളുടെ വരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിച്ചോളൂ കേട്ടോ. ബൈ.